നമസ്കാരം. സംഘർഷങ്ങൾ ഒഴിഞ്ഞെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഹമാസ് നടത്തിയ ക്രൂരതയുടെ വിവരങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. ഹമാസ് ഭീകരർ തടവിലാക്കിയ ഇസ്രായേൽ പൗരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരി. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിനിടെ കാണാതാവുകയും പിന്നീട് മൃതദേഹം കണ്ടെത്തുകയും ചെയ്ത ഹനൻ യാംബ്ലോങ്കയുടെ സഹോദരി അവിവിദ് യാംബ്ലോഗ അബാദിയാണ് ലണ്ടനിൽ വെച്ച് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. നെഞ്ചിൽ വെടിയേറ്റ ഹനനെ ട്രക്കിൽ ഗാസയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയെന്നും പിന്നീട് ആശുപത്രി കിടക്കയിൽ വെച്ച് ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് അവിവിദ് വ്യക്തമാക്കിയത്. തങ്ങളുടെ പ്രിയപ്പെട്ടവൻ എന്തു പറ്റിയെന്നറിയാതെ 8 മാസത്തോളമാണ് ഈ കുടുംബം കടുത്ത മാനസിക വേദനയിൽ കഴിഞ്ഞത്. ഒടുവിൽ വടക്കൻ ഗാസയിലെ ജബാലിയയിലുള്ള ഒരു ഹമാസ് തുരങ്കത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ബാഗിലാക്കി ഒളിപ്പിച്ച നിലയിലാണ് ഹനന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയത്. 2023 ഒക്ടോബർ 6 ഇസ്രായേലിൽ അവധി ദിനമായിരുന്നു. അന്ന് രാത്രി മാതാപിതാക്കൾക്കൊപ്പം അത്താഴം കഴിച്ച ശേഷമാണ് ഹനൻ സുഹൃത്തുക്കൾക്കൊപ്പം തെക്കൻ ഇസ്രായേലിലെ നോവ മ്യൂസിക് ഫെസ്റ്റിവലിലേക്ക് പുറപ്പെടുന്നത്. എന്നാൽ ഈ വിവരം അവൻ കുടുംബത്തോട് പറഞ്ഞിരുന്നില്ല. പിറ്റേന്ന് രാവിലെ 6:29 ഇസ്രായേൽ ആകാശത്ത് റോക്കറ്റുകൾ പാഞ്ഞു നടന്നപ്പോഴും ഹനൻ അവിടെ ഉണ്ടാകുമെന്ന് കുടുംബം കരുതിയിരുന്നില്ല. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം സുഹൃത്തുക്കളിൽ നിന്നാണ് ഹനൻ നോവ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം കുടുംബം അറിയുന്നത്. ഭീകരാക്രമണം ഉണ്ടായ ഉടൻ ഹനനും സുഹൃത്തും ഇസ്രയേലി ഫുട്ബോൾ താരവുമായ ലിയോ റസലിനും മറ്റ് 2 സ്ത്രീകളും കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ മുന്നിലുണ്ടായിരുന്ന വാഹനം ട്രാഫിക്കിൽപ്പെട്ട് ഇവരുടെ കാറിലേക്ക് ഇടിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാൻ ഹനൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ ഭീകരർ നെഞ്ചിലേക്ക് വെടിയുതിർത്തു. ഗുരുതരമായി പരിക്കേറ്റ് റോഡിൽ കിടന്ന ഹനന്റെ മുന്നിൽ വെച്ച് തന്നെ സുഹൃത്തുക്കളെയും ഭീകരർ വെടിവെച്ചു കൊന്നു. തുടർന്ന് ചോര വാർന്ന നിലയിൽ ഹനനെ ട്രക്കിൽ കയറ്റി ഗാസയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവൻ മരണത്തോട് മല്ലിടുകയാണെന്ന് കണ്ടതോടെ ആശുപത്രിയിലെ ഡോക്ടർമാർ ഹനന്റെ തലയ്ക്ക് 3 തവണ വെടിവെച്ച് മരണം ഉറപ്പിക്കുകയായിരുന്നുവെന്ന് അവിവിദ് വെളിപ്പെടുത്തി. പിന്നീട് മൃതദേഹം ബാഗിലാക്കി തുരങ്കത്തിനുള്ളിലെ ചുവരുകൾക്കിടയിൽ ഒളിപ്പിക്കുകയായിരുന്നു. ആക്രമണം നടന്ന് 12 ആഴ്ചകൾക്ക് ശേഷമാണ് ഹനൻ ഗാസയിലുണ്ടെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഒടുവിൽ 9 മാസങ്ങൾക്ക് ശേഷം 2024 മെയ് 24 ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ പ്രത്യേക സൈനിക നടപടിയിലാണ് തുരങ്കത്തിനുള്ളിൽ നിന്ന് ഹനന്റെയും മറ്റു 2 തടവുകാരുടെയും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. മൃതദേഹം പൂർണ്ണമായി ജീർണിച്ച നിലയിലായിരുന്നതിനാൽ പല്ലുകൾ പരിശോധിച്ചാണ് ഹനനാണെന്ന് സ്ഥിരീകരിച്ചത്. 8 മാസത്തോളം പ്രിയപ്പെട്ടവൻ എന്തു പറ്റിയെന്നറിയാതെ കടുത്ത ദുഃഖത്തിലും അനിശ്ചിതത്വത്തിലുമായിരുന്നു കുടുംബം. ഒടുവിൽ ആ ദുരന്ത വാർത്തയും ആ കുടുംബത്തെ തകർത്തു കളഞ്ഞു. IDFിൻ്റെ പ്രത്യേക സൈനിക നടപടിയിലൂടെയാണ് ഹനൻ ഉൾപ്പെടെയുള്ള 3 തടവുകാരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത്. മിഷേൽ നിസൻബോം, ഒറിയോൺ ഹെർണാണ്ടസ് എന്നിവരുടെ മൃതദേഹങ്ങളും ഇതിനൊപ്പമുണ്ടായിരുന്നു. 3 വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ മകൻ ഇനി തിരിച്ചു വരില്ലെന്ന് പിതാവിന് മനസ്സിലായതെന്ന് അവിവിദ് കണ്ണീരോടെ പറയുന്നു. നോവ ഫെസ്റ്റിവലിൽ നടന്ന ആക്രമണത്തിൽ 413ഓളം പേർ കൊല്ലപ്പെടുകയും 44 പേരെ ഹമാസ് തടവുകാരാക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും അടക്കം നിരവധി പേർ ഇവിടെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായതായി ഇസ്രായേലി വനിതാ അവകാശ NGO ആയ ദി സിവിൽ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ലണ്ടനിൽ നടന്ന നോവ എക്സിബിഷന്റെ ഉദ്ഘാടനത്തിനായി അതിജീവിച്ചവർക്കും മുൻ തടവുകാരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം എത്തിയപ്പോഴാണ് അവിവിദ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ, ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഉൾപ്പെടെ 40,000-ലധികം ആളുകളാണ് ലണ്ടനിൽ നോവ എക്സിബിഷൻ സന്ദർശിച്ചത്. 12ഉം 19 വയസ്സുള്ള 2 കുട്ടികളുടെ പിതാവാണ് കൊല്ലപ്പെട്ട ഹനൻ യാംബ്ലോങ്ക. മെയ് മാസത്തിൽ നടന്ന ഹനന്റെ ശവസംസ്കാര ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്.